നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുരിങ്ങൂർ പ്രദേശത്തെ രൂക്ഷമായ വെള്ളക്കെട്ടു വിഷയത്തിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധത്തിനു മുന്നിൽ ദേശീയപാത നിർമ്മാണ കരാറു കമ്പനിക്കാർ മുട്ടുമടക്കി. കാലവർഷം കനക്കുന്ന പശ്ചാത്തലത്തിൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനും ജനവാസ മേഖലകളിൽ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിനുമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ മുൻകരുതൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ചാലക്കുടി അടിപ്പാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് അടിയന്തിരമായി നടത്തേണ്ട പ്രവർത്തനങ്ങൾക്ക് ദേശീയപാത അധികൃതർ ബന്ധപ്പെട്ട കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞ് 1,10,000-ൽ താഴെയെത്തി. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് കേസിലെ പുനരന്വേഷണം ആവശ്യപ്പെട്ട് പരാതിക്കാരി നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ഹൈക്കോടതിയിലെ രണ്ടാമത്തെ ജഡ്ജിയും പിന്മാറി. വാർത്തകൾ വിശദമായി. മുരിങ്ങൂർ പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ടു വിഷയത്തിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധത്തിനു മുന്നിൽ ദേശീയപാത നിർമ്മാണ കരാറു കമ്പനിക്കാർ മുട്ടുമടക്കി. മുരിങ്ങൂർ പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ടിനെ തുടർന്ന് സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി. ജനജീവിതം ദുസ്സഹമായി. കാന വൃത്തിയാക്കി വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പോളി പുളിക്കൻ, കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ, അംഗങ്ങളായ ജോബി, ഹൈമാവതി ശിവൻ, AD സജി, MS ബിജു, അഭിലാഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തി. വിവരമറിഞ്ഞ് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. വെള്ളക്കെട്ടിന് പരിഹാരമായി കാനയിലെ മണ്ണ് മാറ്റാൻ കളക്ടർ ഉത്തരവിട്ടു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾക്കിടയിൽ നേരത്തെ മഴവെള്ളം ഒഴുകി പോയ തോട് അടച്ചു. അതുമൂലം ഉണ്ടായ നിർമ്മാണ തകരാറാണ് വെള്ളക്കെട്ടിന് കാരണം. വെള്ളക്കെട്ട് മൂലം വീടുകളിൽ വെള്ളം കയറിയത് കൂടാതെ കാൽനട യാത്രക്കാർക്ക് പോലും ഇതുവഴി നടക്കാൻ പറ്റാത്ത സ്ഥിതിയായി. കരാറുകാരൻ JCB ഉപയോഗിച്ച് കാന വൃത്തിയാക്കാൻ ശ്രമിച്ചെങ്കിലും നടക്കാതായപ്പോൾ കൊച്ചിയിൽ നിന്നും ചെളി വലിച്ചെടുക്കുകയും പ്രഷർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്ന അത്യാധുനിക യന്ത്രം കൊണ്ടുവന്ന് കാന വൃത്തിയാക്കൽ നടന്നു. ചാലക്കുടി അടിപ്പാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് അടിയന്തിരമായി നടത്തേണ്ട പ്രവർത്തനങ്ങൾക്ക് ദേശീയപാത അധികൃതർ ബന്ധപ്പെട്ട കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ നടന്ന സർവകക്ഷി യോഗത്തിലെ നിർദ്ദേശങ്ങളുടെ ഭാഗമായി ക്രമീകരണങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. അടിപ്പാതയിലെ ഫുട്പാത്ത് വീതി കുറയ്ക്കുക, 4 കോർണറിലും സ്ലാബ് കട്ട് ചെയ്ത് ബെൽമൗത്ത് ഉണ്ടാക്കുക, സർവീസ് റോഡിലെ ഡ്രൈനേജിന് മുകളിലെ സ്ലാബുകൾ താഴ്ത്തി സർവീസ് റോഡിന് ലെവലിലാക്കി ബെൽമൗത്ത് സൗകര്യപ്പെടുത്തുക തുടങ്ങിയ പ്രവൃത്തികൾ നടത്തുന്നത് സംബന്ധിച്ച് പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ബന്ധപ്പെട്ടവർ സ്ഥലം സന്ദർശിച്ചു. നേരത്തെ അടിപ്പാത നിർമ്മാണം നടത്തിയ കരാർ കമ്പനിയെ തന്നെയാണ് ഇപ്പോഴത്തെ അടിയന്തര പ്രവൃത്തികൾ ചെയ്യാൻ NHAI അധികൃതർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ദിവസം തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാമെന്ന് സ്ഥലത്തെത്തിയ കരാർ കമ്പനി പ്രതിനിധികൾ അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ആലി ഷിബോ, വൈസ് ചെയർമാൻ KV പോൾ, ജനപ്രതിനിധികളായ ജിൽ ആന്റണി, VJ ജോജി, വിൽസൺ പാണാട്ടുപറമ്പിൽ, നിതിൻ പുല്ലൻ, ആനി പോൾ, OS ചന്ദ്രൻ, ജിയോ കിഴക്കുന്തല, ഷിഫ സന്തോഷ്, ഷിബു വാലപ്പൻ, റീന ഡേവിസ്, റെയ്സൻ ആലുക്ക, KB ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ നേത്രദാനം മഹാദാനം പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ബ്രോഷർ പ്രകാശനം ചാലക്കുടി സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു.
സമൂഹത്തിൽ നേത്രദാനത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുകയും കൂടുതൽ പേരെ നേത്രദാന പ്രതിജ്ഞയിലേക്ക് നയിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞ് 1,10,000-ൽ താഴെയെത്തി. പവന് ഒറ്റയടിക്ക് 3,160 രൂപയാണ് കുറഞ്ഞത്. 1,09,160 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 395 രൂപയാണ് കുറഞ്ഞത്. 13,645 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. പശ്ചിമേഷ്യൻ സംഘർഷം അനിശ്ചിതമായി തുടരുന്നതും അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് ഉയർത്തുമെന്ന റിപ്പോർട്ടുകളുമാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. കൂടാതെ വിലക്കയറ്റ ഭീഷണിയും സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. അമേരിക്കയിൽ പലിശ നിരക്ക് കൂട്ടിയാൽ സ്വാഭാവികമായി സ്വർണ്ണവില കുറയുമെന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഇടിവ് നേരിട്ട സ്വർണ്ണവിലയിൽ ഇന്നലെ വർധന രേഖപ്പെടുത്തിയിരുന്നു. പവന് ഒറ്റയടിക്ക് 1,080 രൂപ വർദ്ധിച്ച ശേഷമാണ് ഇന്ന് കുത്തനെ ഇടിഞ്ഞത്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1,00,000 കടന്നത്. വിശ്വ ഹിന്ദു പരീക്ഷത്തിന്റെയും തൃശൂർ ശിവാലയത്തിന്റെയും ആഭിമുഖ്യത്തിൽ പെരിങ്ങൽകുത്ത് ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോമും ബാഗും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. സ്വാമി ആദിത്യദേവ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രധാനാധ്യാപിക റജീന ബി, വിശ്വ ഹിന്ദു ധർമ്മ പ്രസാദ് പ്രമുഖ് KR രതീഷ്, ചാലക്കുടി താലൂക്ക് പ്രചാരക് PK രാജൻ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ സ്കൂളെത്തിയിട്ട് വില റെക്കോർഡിൽ. ഓപ്പൺ മാർക്കറ്റ് RSS 4-ന്റെ സ്പോട്ട് വില കിലോഗ്രാമിന് 269 രൂപയായി. കിലോഗ്രാമിന് 242 രൂപയുമായി ലാറ്റക്സ് പിന്നാലെയുണ്ട്. കോട്ടയം കൊച്ചി മാർക്കറ്റിൽ RSS 4-ന്റെ വില 268 രൂപയായി ഉയർന്നു. 2011 ഏപ്രിൽ 5 രേഖപ്പെടുത്തിയ 243 രൂപയായിരുന്നു ദീർഘകാലം RSS 4 റബ്ബറിന്റെ ഏറ്റവും ഉയർന്ന വില. 2024 ഓഗസ്റ്റിൽ വില 247 രൂപയായിരുന്നു. ആ റെക്കോർഡെല്ലാം തിരുത്തി കുറിച്ചാണ് ആഭ്യന്തര റബ്ബർ വില 269 രൂപയിൽ എത്തിയത്. ബാങ്കോക്ക് വിപണിയിലെ വിലക്കയറ്റം പ്രധാന റബ്ബർ ഉൽപാദക രാജ്യങ്ങളായ തായ്ലാന്റ്, മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ ഉൽപാദനക്കുറവ്, പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾ കാരണം ക്രൂഡ് ഓയിൽ വില ഉയർന്നത് തുടങ്ങിയ കാരണങ്ങളാലാണ് വില ഉയർന്നത്. കാലവർഷം കനക്കുന്ന പശ്ചാത്തലത്തിൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനും ജനവാസ മേഖലകളിൽ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിനുമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ മുൻകരുതൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. നിലവിൽ പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് 417.35 മീറ്റർ ആണ്. പെരിങ്ങൽകുത്ത് താരതമ്യേന ചെറിയ ഡാം ആയതിനാൽ പെട്ടെന്ന് നിറയാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് അമിതമായി വെള്ളം ഒഴുകിയാൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുകയും സമീപ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇത് കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ സാധിച്ച മാതൃകയിൽ ഇത്തവണയും പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് അതിന്റെ ക്രസ്റ്റ് ലെവലായ 419.40 മീറ്ററിൽ നിലനിർത്താൻ തൃശൂർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയായ OJ ജനീഷ്, MLA മാർ എന്നിവർ കൂടി പങ്കെടുത്ത് എക്സ്റ്റന്റ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മീറ്റിംഗിൽ തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 419.40 മീറ്ററിൽ ബുധനാഴ്ച മുതൽ ഗേറ്റുകൾ തുറന്നുവെച്ചു. ഷോളയാർ ഡാമിലെ ജലനിരപ്പും വൃഷ്ടി പ്രദേശങ്ങളിൽ നിന്നും മറ്റ് ഡാമുകളിൽ നിന്നുമുള്ള നീരൊഴുക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സസൂക്ഷ്മം നിരീക്ഷിക്കും.
ഷോളയാർ ഡാം തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ മുൻകൂർ അനുമതി തേടണം. പെരിങ്ങൽകുത്ത് ഡാമിന്റെ ജലനിരപ്പ് 419.40 മീറ്ററിൽ നിലനിർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ഒഴുക്കേണ്ട ജലത്തിന്റെ അളവ് സഹിതം മുൻകൂട്ടി അനുമതി തേടണം. മറ്റു ഡാമുകളിൽ നിന്നുള്ള നീരൊഴുക്ക് ശക്തമാവുകയും പെരിങ്ങൽകുത്തിലെ ജലനിരപ്പ് നിശ്ചയിച്ചിട്ടുള്ള 419.40 മീറ്ററിൽ നിന്നും വ്യത്യാസപ്പെടുത്തേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡാമുകളിൽ നിന്ന് വെള്ളം ഒഴുക്കിവിടേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ബന്ധപ്പെട്ടവരെയും പൊതുജനങ്ങളെയും വിവരങ്ങൾ മുൻകൂട്ടി അറിയിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഈ മാസം 15 മുതൽ പദ്ധതി നടപ്പിലാക്കും. ആദ്യഘട്ടത്തിലാണ് ഓർഡിനറി ബസ്സുകളിൽ യാത്ര സൗജന്യം നൽകാൻ തീരുമാനിച്ചതെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരമുള്ള ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിൽ അറിയപ്പെടും. വരുമാനം, പ്രായം എന്നിവ കണക്കാക്കാതെ എല്ലാ സ്ത്രീകൾക്കും പദ്ധതിയുടെ ഗുണം ലഭിക്കും. ട്രാൻസ്ജെൻഡേഴ്സിനും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. ഈ പദ്ധതിക്ക് മാസം 6570 കോടി രൂപയുടെ ബാധ്യത സംസ്ഥാന സർക്കാരിന് വരും. ഒരു വർഷം 800 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് KSRTCക്ക് വരികയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. KSRTCക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത പരിഹരിക്കാനായി സർക്കാർ ഈ പണം കോർപ്പറേഷന് അനുവദിക്കും. നിലവിൽ ശമ്പളം, പെൻഷൻ തുടങ്ങിയ കാര്യങ്ങൾക്കായി സർക്കാർ ഇപ്പോൾ തന്നെ 1500 കോടി രൂപ നൽകുന്നുണ്ട്. ഇതുകൂടാതെ സൗജന്യ യാത്രയ്ക്ക് വേണ്ടിവരുന്ന സാമ്പത്തിക ബാധ്യത നികത്താനുള്ള പണം കൂടി സർക്കാർ KSRTCക്ക് നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. KSRTCയോട് 6 മാസത്തിനുള്ളിൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ ആരായണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. KSRTC മാനേജ്മെന്റ് ഇത് അംഗീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് കേസിലെ പുനരന്വേഷണം ആവശ്യപ്പെട്ട് പരാതിക്കാരി നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ഹൈക്കോടതിയിലെ രണ്ടാമത്തെ ജഡ്ജിയും പിന്മാറി. ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയത്. ഇനി മറ്റൊരു ബെഞ്ചായിരിക്കും ഹർജി പരിഗണിക്കുക. കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ അനധികൃതമായി പരിശോധിച്ചതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടാണ് നടി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജി ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം പിന്മാറിയിരുന്നു. ഹൈക്കോടതി മേൽനോട്ടത്തിൽ സൈബർ ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് നടി ആവശ്യപ്പെടുന്നത്. ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് നേരത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയായിരുന്നു. ഇദ്ദേഹം ജഡ്ജിയായിരുന്ന സമയത്താണ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതായി ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയത്. KSRTC ബസ്സുകളിലെ വിദ്യാർത്ഥി പാസ് പുതുക്കാനുള്ള ഓൺലൈൻ ചാർജ് 10 രൂപയിൽ നിന്ന് 110 രൂപയാക്കിയ തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് SFI. ഈ നടപടി വിദ്യാർത്ഥികളോടുള്ള വഞ്ചനയാണ്. കേരളത്തിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികളോടുള്ള നീതികേടാണ്. വിദ്യാർത്ഥികളെ അണിനിരത്തി പ്രതിഷേധം തീർക്കുമെന്ന് SFI വ്യക്തമാക്കി. കഴിഞ്ഞ അധ്യയന വർഷം വരെയും 10 രൂപയ്ക്ക് വിദ്യാർത്ഥികൾക്ക് പാസ് ലഭിച്ചിരുന്നു. പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ചെറിയ തുക നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്ന യാത്രാ പാസ്സാണ് നിലവിൽ 11 ഇരട്ടി ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇത് കേരളത്തിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികളോടുള്ള നീതികേടാണ്. ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളാണ് കേരളത്തിൽ സ്കൂളുകളിൽ പോകുവാനായി പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചു പോരുന്നത്. ചെറിയ തുകയ്ക്ക് വിദ്യാർത്ഥി പാസ് നൽകിക്കൊണ്ട് അവരുടെ വിദ്യാഭ്യാസ അവകാശത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് തുടർന്നു പോന്നിരുന്നത്. എന്നാൽ വിദ്യാർത്ഥി പാസിനുള്ള ചാർജ് കുത്തനെ വർദ്ധിപ്പിച്ചത് അവരുടെ അവകാശത്തെ റദ്ദ് ചെയ്യുന്ന നടപടിയാണ്. വഞ്ചനാപരമായ ഈ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ്. വിദ്യാർത്ഥി പാസ് പുതുക്കാനുള്ള ഓൺലൈൻ ചാർജ് കുത്തനെ ഉയർത്തിയ തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്നും അല്ലാത്ത പക്ഷം യാത്രാവകാശ പോരാട്ടത്തിൽ വിദ്യാർത്ഥികളെ അണിനിരത്തി പ്രതിഷേധം തീർക്കുമെന്നും SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ്, സെക്രട്ടറി PS സഞ്ജീവ് എന്നിവർ പ്രസ്താവനയോടെ അറിയിച്ചു. ഒരു വർഷത്തേക്ക് കാർഡിന് 10 രൂപയാണ് കഴിഞ്ഞ വർഷം വരെ KSRTC പാസ് ലഭിച്ചിരുന്നത്. ഇപ്പോൾ 100 രൂപയും പുതിയതായി കാർഡ് എടുക്കുന്നവർ 10 രൂപയും ചേർത്ത് 110 രൂപ അടയ്ക്കേണ്ടതുണ്ട്. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ TC സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭാരതി
ദക്ഷിണ ക്ഷേത്ര സെക്രട്ടറിയായും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഉത്തര കേരള പ്രാന്ത് സമ്പർക്ക പ്രമുഖ് എന്ന നിലയിലും പ്രവർത്തിച്ചു വരുന്ന NCT രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാലയത്തിന്റെ മാനേജർ OS സതീഷ്, പ്രിൻസിപ്പൽ റോഷൻ P നായർ എന്നിവർ പങ്കെടുത്തു. ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. വ്യാഴാഴ്ച ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നു. ജാഗ്രതയുടെ ഭാഗമായി മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വടക്കൻ കർണാടകയിലെ ഉൾപ്രദേശങ്ങൾക്കും അതിന്റെ സമീപ പ്രദേശങ്ങൾക്കും മുകളിലായാണ് ചക്രവാത ചുഴി നിലനിൽക്കുന്നത്. വെള്ളിയാഴ്ച എറണാകുളം, തൃശൂര്, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച മുരിങ്ങൂർ കോനൂർ സ്വദേശി പുള്ളിപ്പറമ്പിൽ വീട്ടിൽ 22 വയസ്സുള്ള അശ്വിനെ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ കഴിഞ്ഞ ശനിയാഴ്ച കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുരിങ്ങൂർ പ്രവേശിച്ചതിനെ തുടർന്നാണ് അശ്വിനെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അശ്വിൻ കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 വധശ്രമ കേസുകളിലും 2 അടിപിടി കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച 3 കേസിലും കാപ്പ സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ച കേസിലുമടക്കം 8 കേസുകളിൽ പ്രതിയാണ്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ A ഹബീബുള്ള, SI സതീഷ്, ASI ലീന എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പൂതൻകുറ്റി മാടപ്പറമ്പിൽ പരേതനായ മാണി ഭാര്യ ചാച്ചമ്മ നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് പൂതൻകുറ്റി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുരിങ്ങൂർ പ്രദേശത്തെ രൂക്ഷമായ വെള്ളക്കെട്ടു വിഷയത്തിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധത്തിനു മുന്നിൽ ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിക്കാർ മുട്ടുമടക്കി. കാലവർഷം കനക്കുന്ന പശ്ചാത്തലത്തിൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനും ജനവാസ മേഖലകളിൽ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിനുമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ മുൻകരുതൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ചാലക്കുടി അടിപ്പാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് അടിയന്തിരമായി നടത്തേണ്ട പ്രവർത്തനങ്ങൾക്ക് ദേശീയപാത അധികൃതർ ബന്ധപ്പെട്ട കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞ് 1,10,000-ൽ താഴെയെത്തി. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് കേസിലെ പുനരന്വേഷണം ആവശ്യപ്പെട്ട് പരാതിക്കാരി നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ഹൈക്കോടതിയിലെ 2ാമത്തെ ജഡ്ജിയും പിന്മാറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.